നമസ്കാരം. ഈ ദിവസമുണ്ടായ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മലക്കം മറിഞ്ഞ് സർക്കാർ. കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാൻ ടാറ്റ 10,000 കോടി നിക്ഷേപിക്കുമെന്ന പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയുടെ വാദം ടാറ്റ ഗ്രൂപ്പ് തള്ളിയതിന് പിന്നാലെയാണ് വിശദീകരണവുമായി വി.ഡി. സതീശൻ രംഗത്തെത്തിയത്. കേരളത്തിലെ കപ്പൽ നിർമ്മാണ പദ്ധതിയെപ്പറ്റി അറിയില്ല എന്ന് ടാറ്റ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയെന്ന് ഇംഗ്ലീഷ് മാധ്യമമായ ഇ.ടി. ഇൻഫ്ര റിപ്പോർട്ട് ചെയ്തിരുന്നു. 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അവകാശവാദം. Now the Tata is ready to invest on shipbuilding. We are going to provide the land to the Tata Group for investing for 10,000 crores investment for shipbuilding. കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാലയ്ക്ക് 10,000 കോടി നിക്ഷേപിക്കുന്നത് ടാറ്റ ഗ്രൂപ്പ്. ഭൂമി സർക്കാർ കണ്ടെത്തി നൽകും. വമ്പൻ പ്രഖ്യാപനമാണ് ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിനിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയത്. ഇങ്ങനെയൊരു പദ്ധതി ടാറ്റയുടെ പരിഗണനയിലേ ഇല്ലെന്ന് ടാറ്റയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്നാണ് ഇ.ടി. ഇൻഫ്രയുടെ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാവാമെന്നും അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങൾക്ക് പെരുപ്പിച്ചു കാണിക്കുവാനുള്ള ശ്രമത്തിൽ തെറ്റായി പറഞ്ഞതാവാമെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു. പിന്നാലെ വിശദീകരണവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി. മിഷൻ സമുദ്രയിലൂടെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന ആകെ നിക്ഷേപങ്ങളുടെ വ്യാപ്തിയാണ് 10,000 കോടിയോളം രൂപയെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. മലബാർ സിമന്റ്സ് ലിമിറ്റഡും ടാറ്റ പ്രൊജക്ട് ഗ്രൂപ്പിന്റെ ഭാഗമായ ആർട്സൺ എഞ്ചിനീയറിംഗ് ലിമിറ്റഡും ചേർന്ന് കൊച്ചിൻ പോർട്ടിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുവാനുള്ള സംയുക്ത സംരംഭത്തിന് സർക്കാർ സൗകര്യമൊരുക്കിയെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾക്ക് ആധികാരികത വേണമെന്ന് മുൻ വ്യവസായ മന്ത്രി പി രാജീവ് 24-നോട്. നമ്മൾ ഭരണഘടനാപരമായ ഒരു ചുമതലയിലിരിക്കുമ്പോൾ പറയുന്ന ഓരോ വാക്കും ഓരോ വാചകവും അത് ആധികാരികതയുള്ളതായിരിക്കും, അല്ലെങ്കിൽ അത് ആധികാരികതയുള്ളതായിട്ട് പരിഗണിക്കപ്പെടും. അതിനനുസരിച്ചായിരിക്കണം മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയേണ്ടതില്ല. വരും ദിവസങ്ങളിൽ ഇക്കാര്യം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കാനാണ് സാധ്യത. 24 മുംബൈ. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കലാപം. പാർട്ടിയിൽ പോര് കനക്കുന്നതിനിടെ കെ.എസ്.യു. സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെ അവഗണിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കൊച്ചിയിലെ പരിപാടിയിൽ അടുത്തുപോയി കാണാൻ ശ്രമിച്ചെങ്കിലും അലോഷ്യസ് സേവ്യറിന് മുഖ്യമന്ത്രി മുഖം കൊടുത്തില്ല. തിരുത്താൻ ശ്രമിച്ചത് തെറ്റെങ്കിൽ ആ തെറ്റ് തുടരുമെന്ന് അലോഷ്യസ് സേവ്യറുടെ വെല്ലുവിളി. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷം. അതിനിടെ കെ.എസ്.യു. സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവഗണിച്ചത് വിവാദത്തിന് ആക്കം കൂട്ടി. കൊച്ചിയിലെ പരിപാടിയിൽ അടുത്തുപോയി കാണാൻ ശ്രമിച്ചെങ്കിലും അലോഷ്യസ് സേവ്യറിന് മുഖ്യമന്ത്രി മുഖം കൊടുത്തില്ല. അവഗണനയിൽ വേദനയെന്ന അലോഷ്യസ് സേവ്യർ. സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചത് തെറ്റെങ്കിൽ ആ തെറ്റ് ഇനിയും ആവർത്തിക്കുമെന്ന് കെ.എസ്.യു. സംസ്ഥാന അധ്യക്ഷന്റെ രൂക്ഷ പ്രതികരണം. ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് ആ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് കെ.എസ്.യു. ചെയ്തത്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. വിവാദത്തിൽ വി.ഡി. സതീശനെ വിമർശിച്ചും അനുകൂലിച്ചും കോൺഗ്രസ് നേതാക്കളുടെ ചേരിപ്പോരും പരസ്യമായി. മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി മന്ത്രിമാർ ഉൾപ്പെടെ രംഗത്ത് വന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആർക്കും കാണാം, അത് മുൻകൂട്ടി അനുവാദം വേണ്ട, അത് കാണാം. എല്ലാ കാര്യവും കെ.എസ്.യുവിനോട് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനോട് ആലോചിച്ചിട്ടോ അങ്ങനെയൊക്കെയല്ലോ ചെയ്യുന്നത്. കെ.എസ്.യുവിനെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച ജിൻഡോ ജോണിനും വി.ആർ. അനൂപിനുമെതിരെ രാജു പി. നായർ കെ.പി.സി.സി. അധ്യക്ഷന് പരാതി നൽകി. ബി.ആർ.എം. ഷഫീറും വി.ആർ. അനൂപും സോഷ്യൽ മീഡിയയിൽ ചേരിതിരിഞ്ഞേറ്റുമുട്ടി. അലക്സ് റാം മുഹമ്മദ്, 24 കൊച്ചി. വലയ്ക്കുന്ന കട്ട്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷം. മഴ കുറഞ്ഞതോടെ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയർന്നു. നേരിടുന്നത് വലിയ പ്രതിസന്ധിയെന്നാണ് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണം. സർക്കാർ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങും. തുടർച്ചയായ 4ാം ദിനവും മണിക്കൂറുകൾ നീണ്ട വൈദ്യുതി നിയന്ത്രണമായിരുന്നു സംസ്ഥാനത്ത്. പലയിടങ്ങളിലും 2 ഘട്ടങ്ങളായി വൈദ്യുതി മുടങ്ങി. വൈദ്യുതി നിയന്ത്രണം ഇനിയും തുടരും. പരിഹരിക്കാൻ ഇപ്പോൾ നമ്മൾ ചില ദീർഘകാല കരാറുകൾ നേരത്തെ അരിയാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയിരുന്നു. 4/29 നമുക്ക് രാത്രിയും പകലും വൈദ്യുതി കിട്ടുന്ന കരാറായിരുന്നു. ആ കരാറ് പിന്നീട് റദ്ദാക്കപ്പെട്ടു. ആ കരാറ് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി
നമ്മൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്തും നമുക്ക് ബാറ്ററി സ്റ്റോറേജ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. 6 സ്ഥലങ്ങളിൽ അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് വേഗത്തിൽ തീർക്കാൻ ശ്രമിക്കണം. കുറച്ച് നാളത്തേക്ക് ഈ പ്രയാസമുണ്ടാകും. UDF കാലത്ത് മാത്രമാണ് പവർ കട്ട് എന്നത് രാഷ്ട്രീയ ആരോപണം മാത്രമെന്നും വൈദ്യുതി മന്ത്രി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പീക്ക് സമയങ്ങളിൽ ഇരട്ടിയിലേറെ വൈദ്യുതി ആവശ്യമായി വരുന്നതാണ് പ്രധാന പ്രതിസന്ധി. അണക്കെട്ടുകളിലെ ജലത്തിന്റെ അളവിലും കാര്യമായ കുറവുണ്ടായി. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കാതെ വന്നതും പീക്ക് സമയത്തെ നിയന്ത്രണത്തിന് ഇടയാക്കി. സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷം. വൈദ്യുതി കട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാത്തതല്ല സർക്കാരിന്. അപ്പൊ അതിനാവശ്യമായ തയ്യാറെടുപ്പ് നേരത്തെ നടത്തണം. ആവശ്യമായത്ര വൈദ്യുതി വാങ്ങണം. അതിൽ പൂർണ്ണമായ കെടുകാര്യസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളെ ഇട്ടുകൊണ്ട് ഇങ്ങനൊരു അമ്മാനമാടാൻ പാടില്ല. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ നടക്കുന്ന ദിവസങ്ങളിൽ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനും KSEB തീരുമാനിച്ചു. വൈദ്യുതി ഭവനിലെ ജീവനക്കാർക്ക് മെഴുകുതിരി നൽകി CPIയുടെ പ്രതിഷേധം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡിവൈഎഫ്ഐയും പ്രതിഷേധിച്ചു. ABVP വൈദ്യുതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു. 11 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിൽ ഈ മാസം 19 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാർ ശ്രമിച്ചുവെന്ന റിപ്പോർട്ടിൽ നടപടിയിലേക്ക് DGP. SIT റിപ്പോർട്ട് പരിശോധിച്ചതിന് പിന്നാലെ MR അജിത് കുമാറിനോട് സംസ്ഥാന പോലീസ് മേധാവി വിശദീകരണം തേടി. വിഷയത്തിൽ പിന്നീട് പ്രതികരിക്കാമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അതേസമയം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് AD തോമസ് MLAയ്ക്കും അജയ് ജുവൽ കുര്യാക്കോസിനും ഇന്നും സമയം അനുവദിച്ചില്ല. ആലപ്പുഴ വിഷയത്തിൽ നടപടിയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഈ മാസം 20ഓടെ പുതിയ DGPയെ തെരഞ്ഞെടുക്കാൻ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാനാണ് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്. അങ്ങനെ വന്നാൽ DGP പദവിയിലേക്ക് എത്തുക എന്നത് അജിത് കുമാറിന് വലിയ വെല്ലുവിളിയാകും. സർക്കാർ തീരുമാനത്തെ നിയമപരമായി നേരിടുന്നതിനെക്കുറിച്ച് അജിത് കുമാർ അഭിഭാഷകരുമായി ആശയവിനിമയം നടത്തിയതായാണ് വിവരം. അജിത് കുമാറിനെതിരെ വേഗത്തിൽ നടപടി വേണമെന്ന നിലപാടാണ് CPIയും പങ്കുവയ്ക്കുന്നത്. അജിത് കുമാറിനെ പോലെ ഒരാൾ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP പദവി വഹിക്കാൻ യോഗ്യനല്ല എന്ന കാര്യം CPI എന്നും പറഞ്ഞ കാര്യമാണത്. അതേസമയം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് AD തോമസ് MLAയ്ക്കും അജയ് ജുവൽ കുര്യാക്കോസിനും ഇന്നും സമയം അനുവദിച്ചില്ല. ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ മുഖ്യമന്ത്രി VD സതീശന് അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. 24 തിരുവനന്തപുരം. NSSന് പിന്നാലെ SNDPയും സർക്കാരുമായി ഇടയുന്നു. SN ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളിലെ അധ്യാപക നിയമനത്തിന് സർക്കാർ നോമിനിയെ അനുവദിക്കാൻ വൈകുന്നതാണ് ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കുന്നത്. അധ്യാപക നിയമനത്തിനെതിരായ പരാതിയിൽ SN ട്രസ്റ്റിനോട് വിശദീകരണം തേടിയതും ബന്ധം വഷളാകാൻ കാരണമായിട്ടുണ്ട്. വിശദീകരണം നൽകിയിട്ടും SN ട്രസ്റ്റ് കോളേജുകളിലെ നിയമനത്തിന് നോമിനിയെ അനുവദിച്ചിട്ടില്ല. അപേക്ഷയിൽ മെറിറ്റ് അനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ പ്രതികരിച്ചു. NSSന് പിന്നാലെ SNDPയുമായും സർക്കാർ പോരിലേക്ക് നീങ്ങുന്നു എന്നതിലേക്കാണ് സർക്കാർ നോമിനി വിഷയത്തിലെ കാലതാമസം വിരൽ ചൂണ്ടുന്നത്. അധ്യാപക നിയമനത്തിൽ സർക്കാർ നോമിനിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് SN ട്രസ്റ്റ് സർക്കാരിനെ സമീപിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ചൂണ്ടിക്കാട്ടി വിശദീകരണം തേടുന്നത്. 1987 മുതൽ SN ട്രസ്റ്റ് കോളേജുകളിൽ നടന്ന അധ്യാപക നിയമനങ്ങളിൽ ക്രമക്കേടുണ്ടെന്നാണ് പരാതി. സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം വിശദീകരണം നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ നോമിനിയെ അനുവദിച്ചിട്ടില്ല. SN ട്രസ്റ്റിന്റെ വിശദീകരണം മുഖ്യമന്ത്രിക്ക് മുന്നിലാണ്. SN ട്രസ്റ്റിനൊപ്പം അപേക്ഷിച്ച മറ്റ് കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് നോമിനി അനുവദിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരാതി ആയുധമാക്കി സർക്കാർ SN ട്രസ്റ്റിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക നിയമനത്തിൽ സർക്കാർ നോമിനി കൂടി ഉൾപ്പെട്ട സംവിധാനം വേണമെന്നാണ് ചട്ടം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് നോമിനിയെ അനുവദിക്കേണ്ടത്. നോമിനിയെ നിയമിക്കാത്തത് SN ട്രസ്റ്റ് കീഴിലുള്ള കോളേജുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഭരണപരമായ വിഷയങ്ങൾ ഉചിതമായി തീരുമാനമെടുക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതികരണം. അല്ല, അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു മാനേജ്മെന്റിനെ വിവേചിച്ച് കാണുന്ന രീതിയൊന്നുമില്ല. അത് ഫയൽ വരുന്നതനുസരിച്ച് നമ്മൾ അതിനകത്ത് അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്തൊന്നും പ്രത്യേകിച്ചുള്ള ഒരു വിവേചനവും ഇല്ല. നമുക്ക് എല്ലാവർക്കും മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് മുന്നോട്ട് പോകും. സർക്കാർ നോമിനിയെ നിയമിക്കാൻ വൈകുന്നതിൽ SN ട്രസ്റ്റിന് കടുത്ത അതൃപ്തിയുണ്ട്. വിഷയം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ ഇടപെടാമെന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന ഉറപ്പ്.
ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. പൗരത്വം തെളിയിക്കുന്ന രേഖ ആവശ്യപ്പെട്ട് LLB പ്രവേശന പരീക്ഷാ ഫലം തടഞ്ഞുവെച്ചുവെന്ന 24 വാർത്തയിൽ ഇടപെടലുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പൗരത്വ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് AICTEയോട് നിർദ്ദേശിച്ചതായി മന്ത്രി പറഞ്ഞു. രേഖകൾ സമർപ്പിച്ച ശേഷവും ഫലം പ്രസിദ്ധീകരിച്ചില്ല എന്നും ആക്ഷേപമുയരുന്നുണ്ട്. സംസ്ഥാന LLB പ്രവേശന പരീക്ഷാ ഫലം പൗരത്വ രേഖകൾ സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ട് തടഞ്ഞുവെച്ചതായുള്ള പരാതിയിലാണ് മന്ത്രി റോജി എം ജോണിന്റെ ഇടപെടൽ. മാനദണ്ഡങ്ങൾ കർശനമാക്കിയത് AICTE ആണെന്നും ലളിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി. ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങളിൽ നിന്നും ചില വേരിയേഷൻസ് വരുത്തിയത് AICTE ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ നമ്മളത് ഔദ്യോഗികമായിട്ട് നമ്മൾ AICTEയോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് അത് കുറെ കൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആധാർ നമ്പറും ജനന സർട്ടിഫിക്കറ്റും അടക്കമുള്ള രേഖകൾ സമർപ്പിച്ച ശേഷവും പൗരത്വ രേഖ സമർപ്പിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രൊഫഷണൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഫലം തടഞ്ഞുവെച്ചതായാണ് പരാതി. ജൂലൈ 14 റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. അതിന് ഒരു ദിവസം മുന്നേ ഒരു മെസ്സേജ് വരികയാണ്, നിങ്ങളുടെ നാഷണാലിറ്റിയും നിങ്ങൾ കേരളൈറ്റ് ആണോ, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത് മൂന്നും അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് പ്രകാരം ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വന്നപ്പോഴത്തേനും റിസൾട്ട് വിത്ത് ഹെൽഡ് ചെയ്തു വെച്ചേക്കാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബന്ധപ്പെട്ടെങ്കിലും CEയിൽ നിന്നും വ്യക്തമായ വിശദീകരണം ലഭിക്കുന്നില്ലെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. ബൽറാം നെടുങ്ങാടി, 24 കൊച്ചി. LLB പ്രവേശന പരീക്ഷയിൽ അടിമുടി അപാകതകളെന്ന് പരാതി. എഴുതുന്ന ഉത്തരങ്ങൾ പരിഗണിച്ചില്ല എന്നും എഴുതാത്തവയ്ക്ക് മാർക്ക് രേഖപ്പെടുത്തിയെന്നും വിദ്യാർത്ഥികൾ 24നോട് പറഞ്ഞു. പിഴവിനെ തുടർന്ന് പുനഃപ്രസിദ്ധീകരിച്ച പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിലാണ് വീണ്ടും പരാതികൾ ഉയർന്നത്. പിഴവിന് കാരണം പരീക്ഷ നടത്താൻ ഉപയോഗിച്ച സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക തകരാറാണ് എന്നാണ് സൂചന. പഞ്ചവത്സര ത്രിവത്സര LLB പരീക്ഷകളിൽ നെഗറ്റീവ് മാർക്ക് കൂടി ചേർത്തായിരുന്നു ആദ്യ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ശേഷം അമളി മനസ്സിലായതോടെ എൻട്രൻസ് കമ്മീഷൻ റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിച്ചു. എന്നാൽ രേഖപ്പെടുത്തിയ ഉത്തരങ്ങൾ മാറി വന്നുവെന്നാണ് നിലവിലെ ആക്ഷേപം. ശരിയാക്കിയ ഉത്തരങ്ങൾ തെറ്റായും എഴുതാത്ത ഉത്തരങ്ങൾ ശരിയായും വന്നു. നിരവധി വിദ്യാർത്ഥികൾ സമാന പരാതിയുമായി രംഗത്തുണ്ട്. ഇവിടെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ കാൻഡിഡേറ്റ് റെസ്പോൺസിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. അതിനർത്ഥം എന്താണ്? നമ്മൾ ആരും എഴുതിയിട്ടുള്ള പരീക്ഷയ്ക്കല്ല ഇവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എഴുതിയ കാൻഡിഡേറ്റ് ലിസ്റ്റ് അല്ല അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ അതാണ് മെയിൻ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ A എന്ന് ഉത്തരം എഴുതിയ ആൾക്ക് B എന്നുള്ള ഉത്തരമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട പ്രോബ്ലം. അങ്ങനെ ഒരാൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരേ സിസ്റ്റത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഈ പരീക്ഷ നടക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും അത് വന്നിട്ടുണ്ടാവും, ഒരാൾക്ക് മാത്രമായിട്ട് വരില്ല. അപ്പോൾ ചില ആളുകൾക്ക് മാർക്ക് അവരെഴുതിയ ഉത്തരം തെറ്റായി മാറിയേക്കാണ് ചെയ്തിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് ഉത്തരം ശരിയായി മാറിയേക്കായിരിക്കും ചെയ്തിട്ടുണ്ടാവും. ക്രെഡിറ്റ് സ്കോർ ശരിയാകാതെ മാർക്ക് ലിസ്റ്റിൽ കൃത്യത വരില്ലെന്നും വിലയിരുത്തലുണ്ട്. കേരളത്തിലെ നിയമപ്രവേശന പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാണ്. സോഫ്റ്റ്വെയറിലുണ്ടായ തകരാറായിരിക്കാം ഉത്തരങ്ങൾ മാറിവരാൻ കാരണമെന്നാണ് സൂചന. പ്രശ്നം പരിഹരിച്ച് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രതികരിച്ചു. അപ്പോൾ നെഗറ്റീവ് മാർക്ക് സാധാരണ രീതിയിൽ അതും കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടത്. പക്ഷേ പ്രൊഫഷണൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ നെഗറ്റീവ് മാർക്ക് കമ്പ്യൂട്ട് ചെയ്തിരുന്നില്ല. അത് ഈ റിസൾട്ടിന്റെ ഭാഗമായിട്ട് അത് പരിഗണിക്കപ്പെട്ടില്ല. അത് സിസ്റ്റത്തിൽ സംഭവിച്ച ഒരു ഫെയിലിയറാണ്. അത് സ്വാഭാവികമായും എൻട്രൻസ് കമ്മീഷണറുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഫൈനൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ എൻട്രൻസ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം നടത്താമെന്നാണ് എൻട്രൻസ് കമ്മീഷണറുടെ മറുപടി. 24 തിരുവനന്തപുരം. ന്യൂസ് ബ്രേക്സ് തുടരുന്നു. നിക്ഷേപ തട്ടിപ്പ് കേസിൽ ടാൽറോപ്പ് ഡയറക്ടർ ബോർഡ് അംഗം അറസ്റ്റിൽ. തിരുവനന്തപുരം പാങ്ങോട് സ്വദേശി യഹിയാണ് അറസ്റ്റിലായത്. ടാൽറോപ്പ് നടത്തിയത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പെന്ന് പോലീസ്. ജിബിൻ ജെബിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, ഈ ടാൽറോപ്പിലെ കൂട്ടപ്പിരിച്ചുവിടൽ തന്നെ വലിയ വിഷയമായിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് നിക്ഷേപ തട്ടിപ്പ് കൂടി വരുന്നത്. അമൃത, തന്നെയാണ്. കാരണം ടോൾ ഡ്രോപ്പ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് 300 ജീവനക്കാരെ പിരിച്ചുവിട്ട വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ കമ്പനിയിൽ നിക്ഷേപം നടത്തിയിരുന്നവർ ഇപ്പോൾ പരാതികളായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ടോൾ ഡ്രോപ്പിൽ നിക്ഷേപം നടത്തിയവർ പരാതി നൽകിയിരിക്കുന്നത്. ഈ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള യഹിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുക. ഒന്നാം പ്രതിയാണ് യഹിയ. കൂടാതെ ഉടമകളായ സഫീർ നജമുദ്ദീൻ, സുബീർ നജമുദ്ദീൻ എന്നിവർക്കെതിരെയും പരാതികൾ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെ ഒന്നും തന്നെ ഇതുവരെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഈ പരാതിയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് കല്ലറയിൽ പ്രവർത്തിക്കുന്ന ടോൾ ഡ്രോപ്പ് വില്ലേജ് പാർക്ക് എന്ന് പറയുന്ന കമ്പനിയിൽ 2024-ലും 2025-ലും
പനൂർ 2025-ലും 5 ലക്ഷം ശരി, രൂപ ഏതായാലും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് തന്നെ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളാണ് ജിബിൻ JB നൽകിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ തുഫാൻ വാരിയറായി പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മന്ത്രിയായതിനു ശേഷം ആദ്യമായി പാണക്കാടെത്തിയ രമേശ് ചെന്നിത്തല നേതാക്കളുമായി സൗഹൃദ കൂടിക്കാഴ്ച നടത്തി. ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ മുൻനിരയിൽ ഇനി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും 28ാം വയസ്സിൽ മന്ത്രിയായപ്പോൾ ആദ്യം സന്ദർശിച്ചത് പാണക്കാടാണെന്ന് രമേശ് ചെന്നിത്തല. ആ ഓർമ്മ പുതുക്കിയാണ് വീണ്ടും പാണക്കാട്ടേക്ക് എത്തിയത്. ലഹരി വിരുദ്ധ പോരാട്ടത്തിന് പാണക്കാട്ടെ പിന്തുണയ്ക്ക് ആഭ്യന്തരമന്ത്രിയുടെ കടപ്പാട്. ഞാൻ 28ാമത്തെ വയസ്സിൽ മന്ത്രിയായപ്പോൾ ആദ്യം വന്നത് അന്ന് പാണക്കാട്ട് വന്ന് സാദിഖ് ശിഹാബ് തങ്ങളെ കണ്ടിട്ടാണ് എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ. അപ്പോൾ തങ്ങൾക്ക് ഞാനൊരു തുഫാൻ ബാഡ്ജ് കൂടി നൽകുകയാണ്. തുഫാൻ വാരിയറായി തങ്ങളെ പ്രഖ്യാപിക്കുകയാണ്. നാളെ മുസ്ലിം ലീഗിന്റെ യോഗമുണ്ട്, അപ്പോൾ അവിടെയും ഇത് പറയണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുമായുള്ളത് വർഷങ്ങളുടെ ബന്ധമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നാളത്തെ മുസ്ലിം ലീഗ് വിശാല നേതൃയോഗത്തിലും തുഫാൻ ആശയം അവതരിപ്പിക്കുമെന്ന് സാദിഖ് അലി തങ്ങളുടെ ഉറപ്പ്. രമേശ് ജി ഇവിടെ പറഞ്ഞതുപോലെ വളരെ വർഷങ്ങളുടെ ഒരു ഞങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ഉള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഇദ്ദേഹം KSTയുടെ പ്രസിഡന്റാണ്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, TP അഷ്റഫ് അലി MLA, പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എന്നിവർ ചേർന്നാണ് ചെന്നിത്തലയെ സ്വീകരിച്ചത്. 24 മലപ്പുറം. സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. അമുസ്ലിങ്ങളായവരെ ബോർഡിൽ നിയമിക്കാമെന്ന് സമ്മതിച്ചത് വഴി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് പാദസേവ നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. വഖഫ് ബോർഡിൽ ഇതര മതസ്ഥരെ നിയമിക്കുന്നത് അംഗീകരിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് കള്ളം പറയുകയാണെന്നും PMA സലാം തിരിച്ചടിച്ചു. പ്രവർത്തനം മരവിപ്പിച്ച ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് കേരള വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചു. നിയമത്തെ ദുരുപയോഗം ചെയ്യാനും വർഗീയ അജണ്ട നടപ്പാക്കാനുമുള്ള ശ്രമത്തെ സർക്കാർ ഗൌരവപൂർവ്വം സമീപിക്കണമെന്ന് SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് വാതിലടച്ച പ്രതിപക്ഷ നേതാവ്. അടഞ്ഞ അധ്യായം എന്ന നിലപാടിൽ ഉറച്ച പിണറായി വിജയൻ ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ചു. CPIM-ഉമായുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ബിനോയ് വിശ്വം CPI ദേശീയ എക്സിക്യൂട്ടീവിനെ അറിയിക്കും. അതേസമയം CPIയുടെ ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നിലപാടിനോട് അതിരൂക്ഷമായി പ്രതികരിച്ച് CPI MP P സന്തോഷ് കുമാർ. ലോകകപ്പ് വിശേഷങ്ങൾ. Golcano in association with Maither Eagles FC, Kerala. ഫിഫ ലോകകപ്പിലെ പുതിയ ചാമ്പ്യന്മാരെ അറിയാൻ ഇനി 2 നാൾ. ഞായറാഴ്ചയാണ് അർജന്റീന സ്പെയിൻ ഫൈനൽ. ഫ്രാൻസ് ഇംഗ്ലണ്ട് ലൂസേഴ്സ് ഫൈനൽ നാളെ നടക്കും. ലോകം വീണ്ടും ഒരു മത്സരത്തിലേക്ക് കണ്ണും കാതും കൂർപ്പിക്കുകയാണ്. കോടിക്കണക്കിന് ഹൃദയമിടിപ്പുകൾ ഒരൊറ്റ താളത്തിലേക്ക് ചുരുങ്ങുന്നു. ഒരു വശത്ത് ഖത്തറിൽ വെട്ടിപ്പിടിച്ചത് കാക്കാൻ നെഞ്ചുറപ്പോടെ നിൽക്കുന്ന നിലവിലെ ചാമ്പ്യന്മാർ അർജന്റീന, മറുവശത്ത് ലോക ഫുട്ബോളിന്റെ അമരത്തേക്ക് തിരിച്ചെത്താൻ സ്പെയിൻ. കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് സ്കലോണിയുടെ പട്ടാളം 7ാം ഫൈനലിന് ടിക്കറ്റ് എടുത്തത്. തുടർച്ചയായ 2ാമത്തെ കലാശപ്പോര്. സമ്മർദ്ദഘട്ടങ്ങളിൽ പോലും ആത്മവിശ്വാസം കൈവിടാതെ തിരിച്ചടിക്കുന്ന നിശ്ചയദാർഢ്യം. ക്യാപ്റ്റൻ ലിയോണൽ മെസ്സി തന്നെയാണ് ടീമിന്റെ തലച്ചോറും ഹൃദയവും. ഗോളടിക്കുന്ന മെസ്സിയെ പൂട്ടിയാൽ ഗോൾ അടിപ്പിക്കുന്ന മെസ്സി ഉണരും. ഒരു ജയമകലെ അർജന്റീനയെ കാത്തിരിക്കുന്നത് ലോക കിരീടം നിലനിർത്തുകയെന്ന ചരിത്ര നേട്ടം. മറുവശത്ത് സ്പെയിൻ ഈ ലോകകപ്പിലുടനീളം കാഴ്ചവെച്ചത് അതിവേഗ പാസിംഗും കൃത്യമായ പൊസഷൻ ഫുട്ബോളും. ഏത് പ്രതിരോധവും വിറപ്പിക്കാൻ കെൽപ്പുണ്ടെന്ന ഫ്രഞ്ച് പടയുടെ ആത്മവിശ്വാസത്തെ തകർത്തെറിഞ്ഞാണ് ഫൈനൽ എൻട്രി. ടൂർണമെന്റിൽ ഒരു ഗോൾ മാത്രം വഴങ്ങിയ പ്രതിരോധമാണ് കരുത്ത്. റോഡ്രി നയിക്കുന്ന മധ്യനിരയാണ് ടീമിന്റെ എഞ്ചിൻ. 2010 ശേഷം ഒരു കിരീടമാണ് ലക്ഷ്യം. ലിയോണൽ മെസ്സിയും ലെമീൻ യമാലും തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് ഫൈനൽ. കാലത്തിന്റെ പ്രവാഹത്തിൽ എല്ലാം നേടിയ ഫുട്ബോൾ മിശിഹയും ആ മിശിഹയുടെ പിൻഗാമിയെന്ന് ലോകം വിധിയെഴുതിയ പ്രവാചകനും തമ്മിലുള്ള പോരാട്ടം. കാത്തിരിക്കുക 2 നാളുകൾക്കപ്പുറമുള്ള വിധിയെഴുത്തിനായി. വേൾഡ് കപ്പ് ഡെസ്ക് 24.
മെഡിക്കൽ കരിയറിലേക്ക് ഒരു സുവർണാവസരം. 24 സ്റ്റഡി അബ്രോഡ് അവതരിപ്പിക്കുന്ന 24 ഇന്റർനാഷണൽ മെഡിക്കൽ എക്സ്പോ 2026 ജൂലൈ 21 കൊച്ചിയിലും ജൂലൈ 23 കോഴിക്കോടും നടക്കുന്നു. MBBS, നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾക്കായി ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, ബോസ്നിയ, അൽബേനിയ എന്നീ രാജ്യങ്ങളിലെ പഠനാവസരങ്ങളെക്കുറിച്ച് വിദഗ്ധരിൽ നിന്ന് നേരിട്ടറിയാം. നീറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും യോഗ്യതയനുസരിച്ച് അപേക്ഷിക്കാം. IELTS ആവശ്യമില്ല. പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹൈ വിസ സക്സസ് റേറ്റ് കൂടാതെ ജർമ്മനി, ഓസ്ട്രിയ പാത്വേ സംബന്ധിച്ച വിവരങ്ങളും ലഭിക്കും. കോഴ്സ് ഫീസ് വർഷം 3 ലക്ഷത്തിൽ നിന്ന് ആരംഭിക്കുന്നു. സീറ്റുകൾ പരിമിതമാണ്. ജൂലൈ 21 തീയതി രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ 24 സ്റ്റഡി അബ്രോഡ് ഓഫീസ് ഇൻസൈറ്റ് ഇന്ത്യ സിറ്റി വെണ്ണല കൊച്ചിയിലും, ജൂലൈ 23 രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ 24 സ്റ്റഡി അബ്രോഡ് ഓഫീസ് സരോവരം മിനി ബൈപ്പാസ് കോഴിക്കോടുമാണ് എക്സ്പോ. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 9001 9001 56 അല്ലെങ്കിൽ 8000 8001 20 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാവുകയാണ്. ഇനി പൊതുജനം കഴുതയിൽ സറന്ന പരിപാടി കാണാം. ദിലീപ് കുമാർ ചേരും. നമസ്കാരം.